അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകൾ, ആ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്ന വലിയ ആത്മവിശ്വാസം യുഡിഎഫിന് ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ അത്രമായ രീതിയിൽ ആത്മവിശ്വാസം ഉണ്ടോ? അതിനേക്കാൾ ഇരട്ടി. ഓരോ ദിവസം കഴിയുന്തോറും ഈ സർക്കാരിന്റെ ഗ്രാഫ് താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ദിവസം എണ്ണിക്കോ നിങ്ങൾ. ഇത് കൗണ്ട് ഡൗൺ ആണ്, കൃത്യമായ കൗണ്ട് ഡൗൺ ആണ്. ഓരോ ദിവസം കഴിയുന്തോറും ഈ സർക്കാരിന്റെ ഗ്രാഫ് താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ള ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് UDF മുന്നോട്ട് പോകുന്നത്. അത് അട്ടിമറി വിജയത്തോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകും. VD സതീശൻ സൈബർ അതിക്രമവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ഹൈക്കമാൻഡിന് നൽകിയിട്ടുണ്ടോ? ഇല്ല. സതീശനെതിരായിട്ടുണ്ടായിട്ടുള്ള ഒരു ആക്രമണം അതിൽ കടന്നതാണെന്നുള്ള ഒരു സംശയമില്ല. അദ്ദേഹം പരാതിയൊന്നും തന്നിട്ടില്ല. ഇതിപ്പം ആരായാലും കോൺഗ്രസ്സുകാരോട് നമ്മളെല്ലാവരും പറയുന്നത്, കോൺഗ്രസ്സുകാരോട് എല്ലാവരും പറയുന്നത് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശ്രമങ്ങളിൽ പങ്കാളികളാവുക, അല്ലാതെ ഇത്തരം കാര്യങ്ങൾ പോരുന്നു. ഈ വയനാട്ടിലുണ്ടായിട്ടുള്ള നിർഭാഗ്യകരമായിപ്പോയി. വയനാട്ടിലെ സംഭവങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞങ്ങളെ വേദനിപ്പിച്ച സംഭവങ്ങളാണ്. അത് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാവിധമായ മുൻകരുതലുകളും പാർട്ടി എടുക്കുമെന്നുള്ളതിന് സംശയമില്ല. അത് പാർട്ടിയുടെ സംവിധാനം KPC പ്രസിഡന്റിന്റെ അടുത്തുണ്ട്. പാർട്ടി സംവിധാനം ഇന്റേണലായിട്ട് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരെങ്കിലും കുഴപ്പം കാണിച്ചാൽ ആ കുഴപ്പം കാണിക്കുന്നതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോവില്ല. പാർട്ടി സംവിധാനം പരാജയപ്പെട്ടു എന്നുള്ളതല്ലേ പാർട്ടി സംവിധാനം? അല്ല, താങ്കൾ ഉദ്ദേശിക്കുന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. എന്റെ ഉത്തരത്തിൽ കൃത്യമായ എല്ലാം ഉണ്ട്. പാർട്ടിയുടെ ലീഡർഷിപ്പ്, പാർട്ടി കൃത്യമായിട്ടും ഇത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിൽ ഇത്തരം കാര്യങ്ങളുണ്ടായാൽ ഞങ്ങൾ ഗൗരവത്തിലെടുക്കും. മറ്റു ചില പാർട്ടിയിലുണ്ടായാൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ 52 വെട്ടാണ്. 52 വെട്ട്. എന്തായാലും ഓക്കെ, താങ്ക് യു.